വരാം. മുസ്തഫയുടെ മറുപടി കൂടി. മുസ്തഫ മുണ്ടുപാറ, മതപണ്ഡിതന്മാർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് രീതി, ഒരു വിമർശന രീതിയിലാണ് ജലീൽ സംസാരിച്ചത്. ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്ന് മുസ്ലിം സമുദായത്തിൽ വിശ്വാസമുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും മതപണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല എന്ന രീതിയിലാണ്. അതാണല്ലോ മദ്രസ പഠനത്തിന്റെ കുഴപ്പമാണോ എന്ന് ജലീൽ ആവർത്തിച്ച് ചോദിക്കുന്നത്. മുസ്തഫ യോജിക്കുന്നുണ്ടോ ജലീലിന്റെ ഈ വാദത്തോട്? ഈ വിഷയത്തിന്റെ കണ്ടന്റ് എന്താണ്, ഈ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ വിഷയം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ നോക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ മുഖത്താണ് നമ്മൾ ഉള്ളത് എന്നത് യാഥാർത്ഥ്യം. അത് ഏതെങ്കിലും മതത്തിന്റെ പേര് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതോ അല്ലെങ്കിൽ കണക്കുകൾ ഉദ്ധരിക്കേണ്ടതോ അല്ല. ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണ്. അതിനെതിരെ സാധ്യമാകുന്ന വേദികളിലൊക്കെ ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ്. അത് നമ്മുടെ കലാലയങ്ങൾ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ സംവാദങ്ങൾ ഉപയോഗപ്പെടുത്തണം, മറ്റ് മതപ്രഭാഷണങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ബഹുമാന്യനായ KT ജലീൽ അദ്ദേഹം ഒരു ഇഫ്താറിന്റെ വേദിയിൽ മുസ്ലിം സംഘടന സംഘടിപ്പിച്ച ഇഫ്താറിന്റെ വേദിയിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമാണിത്. അതിൽ മതത്തെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇൻഡോറായ ഒരു പരിപാടിയിൽ അക്കാര്യം സ്വന്തം മതത്തിലെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന താല്പര്യത്തോടു കൂടിയായിരിക്കാം ബഹുമാന്യനായ ജലീൽ അത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപഠനത്തിനേറെ പ്രാധാന്യം നൽകുന്ന ഒരു സമുദായമാണ്. അതായത് 5 വയസ്സാകുന്ന സമയത്ത് തന്നെ മതവിദ്യാഭ്യാസത്തിന്റെ ആരംഭം കുറിക്കുന്നുണ്ട്. 1-ാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർക്കുന്നു. തുടർന്നുകൊണ്ട് അവർക്ക് 10ഉം 12ഉം അത് തുടർന്നുള്ള പഠനങ്ങൾക്കും ഒക്കെയുള്ള എല്ലാ സംവിധാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ സവിശേഷമായ പ്രത്യേകതയായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മതപഠനം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ 1% പോലും അത്തരമൊരു നീക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 1% ഭാഗത്തു നിന്ന് പോലും അത്തരം നീക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ ബഹുമാനിയുടെ സുഹൃത്ത് ഷാക്കിർ പറഞ്ഞതുപോലെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ വലിയ ബഹളം വെക്കാൻ മാത്രം കാര്യങ്ങളുമല്ല. ഒരു സമുദായത്തെ വെച്ചുകൊണ്ട് വിഷയം ഗുരുതരമാണ്, പക്ഷെ ഒരു സമുദായത്തെ വെച്ചുകൊണ്ട് ഈ വിഷയത്തെ ഈ തരത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജലീൽ പറഞ്ഞതുമായ താല്പര്യത്തിലായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിനും ഒക്കെ ചെലവഴിക്കുകയും 1-ാം ക്ലാസ് 1-ാം ക്ലാസ് മുതൽ 5 വയസ്സാകുമ്പോൾ സമയം മുതൽ തന്നെ മതപഠനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇത് തെറ്റാണെന്ന് പറയുന്നില്ല, പറഞ്ഞു പഠിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വ്യക്തമായിട്ട് താങ്കൾ കേട്ടതാണല്ലോ. ഇതൊന്നും ഈ സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും ഒന്നും ഒരു തെറ്റാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അത് മതത്തിന് അത് നിഷിദ്ധം അല്ല എന്നതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്ന സംശയമാണ്. അല്ല, മതപഠനം പഠിപ്പിക്കുന്ന സമയത്ത് ഇത് മാത്രമല്ല, ഒരുപാട് ധാർമ്മികമായ കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കാം മാനേഴ്സ്, ഇതൊക്കെ പഠിപ്പിക്കുന്നു. അതിൽ ഏറ്റവും ഗുരുതരമായി കാണുന്നതാണ് ലഹരി പദാർത്ഥം ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കള്ളക്കടത്ത്, അന്യമായ വിധത്തിൽ പണസമ്പാദനത്തെ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. പക്ഷെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സമുദായത്തെ പറയേണ്ട ഒരു സാഹചര്യം ഇവിടെ അല്ല. കണക്കുകൾ വെച്ച് കൃത്യമാണ്, നമുക്ക് ബോധ്യമാണ്. ഇവിടെ ജലീൽ പറഞ്ഞതിന്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നു. 25-27% കേരളത്തിലെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കുറ്റവാളികളിൽ 1% പോലും മുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം അത്രയേറെ മതപരമായ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സമുദായത്തെ ഉത്ബോധിപ്പിക്കുക എന്ന താല്പര്യത്തോടു കൂടി ജലീൽ പറഞ്ഞ പരാമർശമാകാനേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.